അതിശയകരമായ വിജയമാണ് തുളസിയുടെ. കൊങ്ങാടെന്ന് പറഞ്ഞാൽ മാർക്സിസ്റ്റ് കോട്ട. ഞാനിവിടെ ആ കൊങ്ങാട് ഉൾപ്പെടുന്ന പ്രദേശങ്ങളിൽ KSU കാലം മുതൽ ഞാൻ സഞ്ചരിക്കുന്നതാണ്. അന്നൊക്കെ കമ്മ്യൂണിസ്റ്റ് കോട്ടയാണ്, പിന്നെ മാർക്സിസ്റ്റ് കോട്ട. എത്ര വർഷം ജയിച്ചത്? 25 വർഷത്തിന് ശേഷം വിജയിച്ച് ഞാൻ തുളസിയെ അഭിനന്ദിക്കുന്നു. ഞാൻ സുരളിയോട് പറഞ്ഞു, അധികം ആൾക്കാരുടെ ഉദാന്തന്മാരെ കാണണ്ട, ശ്രീകണ്ഠൻ്റെ ജനതി എനിക്ക് മനസ്സിലാക്കിയാൽ മതി. ശ്രീകണ്ഠൻ എങ്ങനെ പാലക്കാട് ജില്ലയിൽ, പാലക്കാട് കോൺസ്റ്റിറ്റ്യൂൻസിയിൽ എല്ലാ വിഭാഗം ജനങ്ങളുടെയും വിശ്വാസം, പ്രത്യേകിച്ച് സാധാരണക്കാരൻ, അതുപോലെ അത്തപ്പാടി തുടങ്ങിയ പ്രദേശങ്ങളിലെ ജനങ്ങൾ, അവിടെ വിശ്വാസം, അവരോടുള്ള പെരുമാറ്റം, അവരോടുള്ള കരുതൽ, അതെല്ലാം ശ്രീകണ്ഠൻ കാണിച്ച മാതൃക തുളസിയും കാണിച്ച മാത്രം മതി. അങ്ങനെ വന്നാൽ കോങ്ങാട് തുളസിയുടെ മന്ത്രമായി തുടരും. പിന്നെ ഒരു കാര്യം കൂടെ പറഞ്ഞു, കേരളത്തിൽ മാറി മാറി വന്ന ഗവൺമെൻറ്റുകളെല്ലാം ആയിരക്കണക്കിന് കോടി ഒഴുക്കിയതാണ് അട്ടപ്പാടി. ഞാൻ മുഖ്യമന്ത്രി ആയിരുന്നപ്പോഴത്തേക്ക് ജപ്പാൻ സഹായത്തോടു കൂടി ആകാശ് എന്ന് പറഞ്ഞ ബസ് കൊണ്ടുവന്നു. ആഘോഷ ഭൂമി മുഴുവൻ അവിടെ എല്ലാം കാട് വെച്ച് പിടിപ്പിച്ചു, വീടുണ്ടായി. പക്ഷേ പിന്നെയും അട്ടപ്പാടി പഴയ നിലയിലാണ്. ഒരു പ്രത്യേക കണ്ണ് അവിടെ കൂടെ വേണമെന്ന് പറഞ്ഞു. ഞാൻ ഉപദേശിക്കേണ്ട കാര്യമില്ല. തുളസി വളരെ സാധാരണ നിലയിരുന്നു. KSUവിൽ നിന്ന് കൂടി പൊരുതി ജീവിതം മുഴുവൻ പോരാട്ടത്തിൽ കൂടിയാണ്, വന്ന നേതാവാണ്. അവിടെ അധികം ഉപദേശിക്കാൻ ഞാൻ ആളല്ല. എല്ലാ ആശംസകളും. അതൊക്കെ മുഖ്യമന്ത്രി ചോദിക്കുകയും ഇതിനേക്കാൾ ലേറ്റായ കാലങ്ങളുണ്ട്. മന്ത്രിസഭാ രൂപീകരണം പോലും ആഴ്ചകൾ നീണ്ടുന്ന കാലമുണ്ട്. ഇതൊക്കെ എത്ര തിടുക്കത്തിലാണ് കാര്യങ്ങൾ നടക്കുന്നത്. തീരുമാനങ്ങൾ ഇന്നലെ തെരഞ്ഞെടുപ്പ് കാലത്ത് പറഞ്ഞ പ്രഖ്യാപനങ്ങളിൽ കുറേ പ്രഖ്യാപനങ്ങൾ ഇന്നലെ നടപ്പാക്കി. ഇനി ധവളപത്രം വരട്ടെ.